കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനമാണ്. ഒരു ദിവസം യേശു ബെത്സയിദയിൽ എത്തി. അവിടെ ചിലർ ഒരു അന്ധനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവന്റെ കൈ പിടിച്ച് ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ ഉമിനീർ പുരട്ടി കൈവച്ച ശേഷം ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? അന്ധൻ പറഞ്ഞു, മനുഷ്യരെ കാണുന്നു, പക്ഷേ അവർ മരങ്ങളെപ്പോലെ നടക്കുന്നതായി തോന്നുന്നു. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈവച്ചു. അപ്പോൾ അവന്റെ കാഴ്ച പൂർണ്ണമായി തെളിഞ്ഞു. എല്ലാം വ്യക്തമായി കാണുവാൻ അവനായി. തുടർന്ന് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. ശേഷം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? അവർ പല മറുപടികളും പറഞ്ഞു. പിന്നെ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? അപ്പോൾ പത്രോസ് ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു, അങ്ങ് ക്രിസ്തുവാണ്. ഇന്നത്തെ വചനവിചിന്തനം. ഈ സുവിശേഷം നമ്മെ 2 വലിയ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, യേശു നമ്മുടെ ആത്മീയ അന്ധത മാറ്റുന്നു. അന്ധന് ആദ്യം മങ്ങി കാഴ്ച മാത്രമാണ് ലഭിച്ചത്. എന്നാൽ യേശുവിന്റെ 2ാമത്തെ സ്പർശനത്തിൽ അവന് വ്യക്തമായി കാണുവാൻ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ വിശ്വാസയാത്രയും ക്രമേണ വളരുന്നതാണ്. ദൈവം ക്ഷമയോടെ നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. 2, യേശുവിനെ ശരിയായി തിരിച്ചറിയുക. വിശ്വാസത്തിന്റെ ഹൃദയമാണ് പത്രോസ് പറഞ്ഞതുപോലെ അങ്ങ് ക്രിസ്തുവാണ് എന്ന ഏറ്റുപറച്ചിൽ ഓരോ ക്രൈസ്തവനെയും ജീവിത വിശ്വാസമായിരിക്കണം. യേശുവിനെ അറിയുക മാത്രമല്ല, ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുകയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്, നമുക്ക് പലപ്പോഴും ആത്മീയ അന്ധത ഉണ്ടാകാം. ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ ജീവിക്കാം. യേശുവിന്റെ വചനം, പ്രാർത്ഥന, കൂദാശകൾ എന്നിവ നമ്മുടെ ആത്മീയ കാഴ്ച തെളിയിക്കുന്നു. വിശ്വാസത്തിൽ വളരുവാൻ ക്ഷമ ആവശ്യമാണ്. ദൈവം ഓരോരുത്തരെയും അവരവരുടെ സമയത്ത് പക്വതയിലേക്ക് നയിക്കുന്നു. ഇന്ന് യേശു നമ്മോട് ചോദിക്കുന്നു, നീ എന്നെ ആരെന്നാണ് പറയുന്നത്? നമ്മുടെ മറുപടി വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലും പ്രകടമാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യനിധിയായ ദൈവമേ, എന്റെ ആത്മീയ അന്ധത മാറ്റി സത്യത്തിന്റെ വെളിച്ചത്തിൽ എന്നെ നടത്തണമേ. അങ്ങയെ എന്റെ രക്ഷകനും കർത്താവുമായി പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ വിശ്വാസം ദിനംപ്രതി വളരുവാനും എന്റെ ജീവിതം അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ